ശരി, ഇപ്പോൾ ശ്രീമതി ജ്യോതിർമയുണ്ട്. ജ്യോതിർമയെ ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ബോഗൻവില്ല പോലെ ആളുകളെ ഇങ്ങനെ ഒരു എന്താ പറയുക, സീറ്റിൻ്റെ അറ്റത്ത് കൊണ്ടുപോയിരുത്തുന്ന ഒരു സിനിമ ചെയ്ത് ആ കഥാപാത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ഒരു പരാമർശം കിട്ടിയാണ്, അല്ലെങ്കിൽ പുരസ്കാരം കിട്ടിയാണ്. എന്ത് തോന്നുന്നു ഇപ്പോൾ? വളരെ സന്തോഷം. ആദ്യം എനിക്ക് ഈ റോള് ചെയ്യാൻ കിട്ടിയത് തന്നെ ഒരു വലിയ കാര്യം. അതുപോലെ ഈ സിനിമ ചെയ്ത് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയത് അതിലൊരു വലിയൊരു ബോണസ് ആണ്. അതിന് വളരെയധികം നന്ദിയുണ്ട്. എന്താ പറയുന്നത്, സന്തോഷം മാത്രമേ ഉള്ളൂ, സന്തോഷം തന്നെ. അല്ല, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് സിനിമയിൽ വന്നാണ്, പിന്നീട് അല്ലേ മാറി നിന്നു, പിന്നീട് വീണ്ടും സിനിമയിലേക്ക് സജീവമായി വരുമ്പോൾ അപ്പോൾ അങ്ങനെ വിട്ടുപോകേണ്ടതല്ല സിനിമ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ പുരസ്കാരം. അങ്ങനെ ആവട്ടെ. അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. എങ്കിലും കിട്ടിയ ഒരു അവസരം അത് എന്നെ കൊണ്ട് നന്നായി ചെയ്യാൻ പറ്റി എന്ന് എന്താണ് എന്നെ മനസ്സിലാക്കി തരുന്ന ഒരു അംഗീകാരമാണ്. എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം നന്നാകും എന്നൊക്കെ ഉള്ളത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ആ ഡൗട്ടൊന്നും വേണ്ട, സിനിമയിൽ തുടരണം എന്നാണ് ജൂറി പറയുന്നത്, പ്രേക്ഷകർ പറയുന്നത്. താങ്ക് യു സോ മച്ച്. വളരെയധികം സന്തോഷം. ശരി, ബാക്കി ഒന്നും പറയാൻ സിനിമയുടെ മറ്റണിയറ പ്രവർത്തകരൊക്കെ ആയിട്ട് സംസാരിച്ചോ? ഇതിപ്പോ കുറച്ച് സെക്കൻഡ് ആയിട്ടുള്ളൂ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അങ്ങനെയൊക്കെ നടക്കുന്ന അവസരമാണിത്. ശരി, അപ്പോ സിനിമയിൽ ഉണ്ടാവുക, എങ്ങോട്ടും പോകണ്ട, സിനിമയിൽ തന്നെ ശരി, താങ്ക് യു സോ മച്ച്. ശരി, താങ്ക് യു.